Hi guys, and welcome to today's session of the Hindu Decode by Geoid. നമ്മൾ എടുത്തിരിക്കുന്ന ന്യൂസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. റയർ ഡിസീസസ് ഹാവ് എ ലോട്ട് ടു ഗെയിൻ ഫ്രം ഗ്രേറ്റർ അവയർനെസ്. ഇത് പ്രിലിംസിൽ നമുക്ക് കറണ്ട് അഫയേഴ്സിൽ പ്രതീക്ഷിക്കാം. അതേപോലെ മെയിൻസിൽ നമ്മുടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് സോഷ്യൽ സെക്ടർ സർവീസസ് റിലേറ്റിംഗ് ടു ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഹ്യൂമൻ റിസോഴ്സസ് ആ ഒരു ഹെഡിൽ നമുക്ക് ഈ ഒരു ന്യൂസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ന്യൂസിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ ലോകത്ത് ടോട്ടൽ അറൌണ്ട് ദ വേൾഡ് 10,000 റയർ ഡിസീസസ് ഉണ്ട്. ആൻഡ് ന്യൂ വൺസ് ആർ സ്റ്റിൽ ബീങ് ഡിസ്കവേർഡ്. ഈ ഡിസീസസ് നമ്മൾ പറഞ്ഞല്ലോ 10,000 റയർ ഡിസീസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 80% ഡിസീസസ് ദേ ആർ ജനറ്റിക്. അത് മീനിങ് ലൈക്ക് ദേ ആർ കോസ്ഡ് ബൈ ചേഞ്ചസ് ഇൻ ജീൻസ്. അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് കുട്ടികളെയാണ്. മോസ്റ്റ്ലി ഇറ്റ് എഫക്ട്സ് ദി ചിൽഡ്രൻ. അതിൽ തന്നെ 5 വയസ്സിന് മുമ്പ് ഈ കുട്ടികൾക്ക് ഇങ്ങനത്തെ റയർ ഡിസീസസ് പിടിപെടുകയാണെന്നുണ്ടെങ്കിൽ sadly about 30% of the children with these diseases they die before they turn 5 years old. ഈ ഡിസീസസ് റയർ ആണെങ്കിൽ കൂടി ഏകദേശം ലോകത്തിന്റെ ടോട്ടൽ ലോകത്തിലുള്ള കണക്കെടുക്കുമ്പോൾ 300 മില്യൺ people they are getting affected by these rare diseases. So even though each disease is rare, together they affect around 300 million people across the world. നമ്മളത് മനസ്സിലാക്കേണ്ടത് ഈ റയർ ഡിസീസ് എന്ന് നമ്മൾ പറയുമ്പോഴും കണക്കുകൾ എടുക്കുന്ന സമയത്ത് ഇത് ഈ ഡിസീസ് ഒന്നും അത്ര റയർ അല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. Rare diseases are not so rare when you look at the total number of people affected. റയർ ഡിസീസ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് മീൻസ് ദാറ്റ്സ് എ ഡിസീസ് ദാറ്റ് ഹാപ്പൻസ് വെരി റയർലി അല്ല ഇൻ ദി പോപ്പുലേഷൻ. അതാണ് ഈ ഒരു റയർ ഡിസീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ക്ലിയർ ഒരു ഗ്ലോബൽ ഡെഫിനിഷൻ ഇല്ല. എന്തിനെയാണ് ഈ റയർ ഡിസീസ് എന്ന് വിളിക്കേണ്ടതിനെ പറ്റിയിട്ട് ദർ ഇസ് നോ സിംഗിൾ ഓർ ഗ്ലോബൽ ഡെഫിനിഷൻ. Different countries use 3 things to define a rare disease. ഒന്ന്, എത്രത്തോളം ആൾക്കാരാണ് ഡിസീസ്ഡ് ആവുന്നത് എന്ന് അതിൻ്റെ ഒരു കണക്ക് നോക്കിയിട്ടാണ്. ഹൗ മെനി പീപ്പിൾ ഹാവ് ദി ഡിസീസ് ഇൻ ടോട്ടൽ, അതൊന്ന്. രണ്ടാമത്തത് ആ ഒരു ഡിസീസ് അത് എത്രത്തോളം കോമൺ ആണ് അല്ലെങ്കിൽ എത്രത്തോളം റയർ ആണ്, ലൈക്ക് ഹൗ കോമൺ ഓർ റയർ ഇറ്റ് ഈസ് ഇൻ ദി പോപ്പുലേഷൻ എന്ന് നോക്കിയിട്ടാണ്. മൂന്നാമത്തത് അതിന് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണോ അല്ലേ എന്ന് നോക്കിയിട്ടാണ്. നമ്മുടെ WHO അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഒരു ഡിസീസിന് അത് റയർ ആണെന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് എഫക്ട്സ് ലെസ് ദാൻ 6.5 to 10 people out of every 10,000 എന്നുള്ള കണക്കാണ് WHO വെക്കുന്നത്. ഒരു 10,000 ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡിസീസ് 6.5 to 10 അതിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് റയർ ഡിസീസ് എന്ന് പറയാൻ പറ്റും. ഇറ്റ് ഈസ് എ ഡിസീസ് it affects less than 6.5 to 10 people out of every 10,000 എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഒഫീഷ്യൽ ഡെഫിനിഷൻ ഇല്ല. എന്തിനെയാണ് റയർ ഡിസീസ് എന്ന് വിളിക്കേണ്ടതിനെ പറ്റിയിട്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഒഫീഷ്യൽ ഡെഫിനിഷൻ ഇല്ല ഇന്ത്യയിൽ. ബട്ട് മറ്റു പല ഡെവലപ്പിംഗ് കൺട്രീസിലും അത് ഉണ്ട്. ഇന്ത്യയിൽ ഒരു എസ്റ്റിമേറ്റഡ് ഫിഗർ, അതായത് ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് അറൌണ്ട് 90 million people may have a rare disease എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു നമ്പർ ഇറ്റ് ഈസ് ലൈക്ലി ടു ലോ ബിക്കോസ് ഒരുപാട് കേസസ് ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഇതിനുള്ള മെയിനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് എൻഡോഗമിയാണ്. എൻഡോഗമി നമുക്കറിയാലോ, അതായത് ആൾക്കാരെ വെൻ പീപ്പിൾ മാരി വിത്തിൻ ദ സെയിം കമ്മ്യൂണിറ്റി ഇത് വളരെയധികം ചാൻസ് കൂടുതലാണ്. അതായത് ഒരു ജനറ്റിക് പ്രോബ്ലംസ് പിന്നീട് ആ ഒരു നെക്സ്റ്റ് ജനറേഷനിലോട്ട് അത് പാസ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അല്ലേ. This can increase the chance of passing on genetic problems that cause a rare disease. ഒരുപാട് ഡോക്ടേഴ്സ് അവരൊന്നും അവരുടെ ആ ഒരു എൻ്റയർ കരിയറിൽ ഇങ്ങനത്തെ ഒരു ഡിസീസ് കണ്ടിട്ടുണ്ടാവില്ല ബിക്കോസ് ദേ ആർ സോ റയർ. ഇന്ത്യക്കുള്ള മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഡസൻ ഹാവ് എ പ്രോപ്പർ സിസ്റ്റം ടു കീപ് ട്രാക്ക് റയർ ഡിസീസ്. ഒരു രജിസ്ട്രി ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പോളിസി മേക്കേഴ്സ് ആണെന്നുണ്ടെങ്കിലും സയന്റിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും they don't fully know how big the problem really is. 5% താഴെയുള്ള റയർ ഡിസീസസ് അതിന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്രൂവ്ഡ് ട്രീറ്റ്മെന്റ് സിസ്റ്റം ഒക്കെ ഉണ്ട്. US ഹെൽത്ത് അതോറിറ്റിയുടെ കയ്യിൽ ഇങ്ങനത്തെ സിസ്റ്റം പരിപാടിയൊക്കെ ഉണ്ട്.
ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഓക്കെ ലെസ് ദാൻ 5% ഓഫ് റയർ ഡിസീസസ് ഹാവ് ആൻ അപ്രൂവ് ട്രീറ്റ്മെൻറ്റ് ബൈ ദി FDA വിച്ച് ഈസ് US ഹെൽത്ത് അതോറിറ്റി. സോ ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അത് വളരെയധികം എക്സ്പെൻസീവ് ആണെന്ന് വേണം പറയാൻ. ഇന്ത്യയിൽ ഭൂരിഭാഗം ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസും ദേ ഡു നോട്ട് പേ ഫോർ ദീസ് ട്രീറ്റ്മെൻറ്റ്സ്. സോ ഒരുപാട് പേഷ്യൻസിന് ദേ ഹാവ് ടു റേസ് മണി ത്രൂ ക്രൗഡ് ഫണ്ടിങ് ഓർ ഈ ഡൊണേഷൻസിലൊക്കെ അവർക്ക് ഒരുപാട് റിലേ ചെയ്യേണ്ട ആവശ്യമാണ് വരുന്നത്. ഓക്കെ സോ മെനി പേഷ്യൻസ് ഹാവ് ടു റേസ് മണി ത്രൂ ക്രൗഡ് ഫണ്ടിങ് ഓർ ദേ ഹാവ് ടു റിലേ ഓൺ ഡൊണേഷൻസ് ഫ്രം കമ്പനീസ് ആൻഡ് ഓൾ വിച്ച് ആർ നോട്ട് റെഗുലർ ഓർ ഗ്യാരണ്ടീഡ്. സോ നമുക്കിവിടെ ഒരു വേ ഫോർവേഡ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് വി മസ്റ്റ് ടീച്ച് ദി ഡോക്ടേഴ്സ് ആൻഡ് പബ്ലിക് മോർ അബൌട്ട് ദീസ് റയർ ഡിസീസസ്. ഓക്കെ സോ ദേ ക്യാൻ ബി സ്പോട്ടഡ് ഏർലിയർ. പിന്നെ ജനറ്റിക് ടെസ്റ്റിംഗ് അത് കുറച്ചും കൂടി കൂടുതൽ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ ലൈക്ക് വാട്ട് തമിഴ്നാട് ഈസ് ഡൂയിങ് ഓൺ ഡച്ചിൻ മസ്കുലർ ഡയസ്ട്രോഫി. ഇതൊരു റയർ ആയിട്ടുള്ളൊരു മസിൽ ഡിസീസാണ് കേട്ടോ ഈ ഒരു ഡച്ചിൻ മസ്കുലർ ഡയസ്ട്രോഫി എന്നുള്ളത്. ഇതൊരു ജനറ്റിക് ഡിസീസാണ്. ഓക്കെ ദാറ്റ് മോസ്റ്റ്ലി എഫക്ട്സ് ദി ബോയ്സ്. സോ ഓവർ ടൈം ഇത് നമ്മുടെ മസിൽസിനെ ഇറ്റ് വിൽ വീക്കൻ ദി മസിൽസ് ഇൻ ദി ബോഡി ഓവർ ടൈം. ഈ DMD ഉള്ള കുട്ടികൾക്ക് they may start having trouble while walking, running or climbing stairs by the age of 3 to 5. പിന്നീട് അവർ വളർന്നു വരുന്നതിനനുസരിച്ച് അവരുടെ മസിൽസ് വീക്ക് ആവാൻ തുടങ്ങും. ഓക്കെ പിന്നീട് നല്ല ഹൈ ചാൻസ് ആണ് അവർക്ക് പിന്നീട് വീൽ ചെയർ ഇല്ലാണ്ട് പറ്റാത്തൊരവസ്ഥയിലോട്ട് എത്തും അത്. ഓക്കെ സോ ലേറ്റർ ഇറ്റ് ക്യാൻ ഓൾസോ എഫക്ട് ദി ഹേർട്ട് ആൻഡ് ബ്രീത്തിങ് മസിൽസ് ആൻഡ് ഓൾ. പ്രോപ്പറായിട്ടുള്ളൊരു ക്യൂർ ഇതിനില്ല. ഓക്കെ പക്ഷേ ഈ ഏർലി കെയർ ആൻഡ് സപ്പോർട്ട് ഇറ്റ് ക്യാൻ സ്ലോ ദ ഡിസീസ് ആൻഡ് ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ സോ ജനറ്റിക് ടെസ്റ്റിംഗ് ഒരുപാട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളൊരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു റെമഡി ലൈക്ക് വാട്ട് തമിഴ്നാട് ഈസ് ഡൂയിങ് ഓൺ ദി DMD. ഓക്കെ ഇറ്റ് ഈസ് എ റയർ മസിൽ ഡിസീസ്. പിന്നെ ഈ നാഷണൽ ഡാറ്റാബേസ് കുറച്ചും കൂടി സ്ട്രോങ് ആക്കുക. വി ഷുഡ് ബിൽഡ് ബെറ്റർ നാഷണൽ ഡാറ്റാബേസ്. ഓക്കെ രജിസ്ട്രീസ് to track rare diseases, to track rare disease patients and understand the full picture. അതേപോലെ ഈ ജെനറ്റിക്സ് എന്ന് പറയുന്ന ടൂൾസ്, ഈ ജെനറ്റിക്സ് എന്നുള്ളത് ഞാൻ എഴുതാം പക്ഷെ നിങ്ങൾക്കത് കാണാൻ പറ്റുമോ എന്നുള്ളതാണ്. GENTIGS. ഓക്കെ ജെനറ്റിക്സ്. സോ ഇത് ഡെവലപ്പ് ചെയ്തത് ഈ ഇലിയാസ് റാഷിദും ടീമുമാണ്. ഓക്കെ അറ്റ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജെനറ്റിക്സ് ആൻഡ് സൊസൈറ്റി ബാംഗ്ലൂരു. സോ ഇങ്ങനെ ഈ ഒരു ജെനറ്റിക്സ് ഉപയോഗിച്ചൊരു കമ്പ്യൂട്ടർ ടൂളാണ് കേട്ടോ. അത് ഈ ഡോക്ടേഴ്സിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ടു ഫൈൻഡ് റയർ ജെനറ്റിക് ഡിസീസസ് ഫാസ്റ്റർ. ഓക്കെ സോ ഇത് ഒരു പേഷ്യൻറ്റിൻ്റെ DNA എടുത്തിട്ട് ഒരു ജെനറ്റിക് ഇൻഫർമേഷൻ എടുത്തിട്ട് ഇറ്റ് വിൽ മാച്ച് ഇറ്റ് വിത്ത് നോൺ ഡിസീസസ്. സോ ഡോക്ടേഴ്സിന് കുറച്ചും കൂടി എളുപ്പത്തിൽ ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ സോ ദിസ് ഹെൽപ്പ് ഡോക്ടേഴ്സ് ഡയഗ്നോസ് ദ ഡിസീസ് മോർ ക്വിക്ലി ആൻഡ് കറക്റ്റ്ലി. സോ ഫാസ്റ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് പേഷ്യൻസ് ക്യാൻ ഗെറ്റ് ട്രീറ്റ്മെൻറ്റ് ഓർ സപ്പോർട്ട് ഏർലിയർ അല്ലേ. അവർക്ക് പെട്ടെന്ന് ആ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ സോ യൂസ് സ്പെഷ്യൽ ടൂൾസ് ലൈക്ക് ദീസ് ജെനറ്റിക്സ് ടു ഹെൽപ്പ് ഡയഗ്നോസ് ഡിസീസ് ഫാസ്റ്റർ. അതേപോലെ തന്നെ ഈ പ്രീ മാരിറ്റൽ ആൻഡ് കരിയർ കൗൺസിലിംഗ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ സോ അങ്ങനെ ദിസ് മീൻസ് ലൈക്ക് ടെസ്റ്റിംഗ് കപ്പിൾസ് ബിഫോർ മാരേജ് ടു ചെക്ക് ഇഫ് ദേ കുഡ് പാസ് ഓൺ എ റയർ ഡിസീസ്. സോ അങ്ങനെ നമുക്ക് പുതിയ കേസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ സോ വിൽ മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ന്യൂസ് വിച്ച് ഈസ് ദി ഒരു എന്താണ് പ്രിലിമിനറി ക്രാഷ് റിപ്പോർട്ട് റിവീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മുടെ അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. ഓക്കെ സോ ഈ ഒരു ന്യൂസ് നമുക്ക് പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൽ പ്രതീക്ഷിക്കാം. മെയിൻസിൽ GS പേപ്പർ 3 നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, എനർജി, പോർട്സ്, റോഡ്സ്, എയർപോർട്ട്, റെയിൽവേസ് എക്സെട്ര. ഓക്കെ സോ ഇവിടെ നമുക്കറിയാം, അതായത് എയർ ഇന്ത്യയുടെ ആ ഒരു എയർ ഇന്ത്യ ഫ്ലൈറ്റ് അഹമ്മദാബാദിൽ ക്രാഷ് ആയിട്ടുണ്ടായിരുന്നു അല്ലേ, ജൂൺ 12. സോ ബിഫോർ ഇന്ത്യാസ് ഇൻവെസ്റ്റിഗേഷൻ ടീം, അതായത് നമ്മുടെ ഈ എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉണ്ടല്ലോ. ഓക്കെ സോ അവർ ലൈക്ക് ബിഫോർ ഇന്ത്യാസ് ഇൻവെസ്റ്റിഗേഷൻ ടീം കുഡ് ഒഫീഷ്യലി റിലീസ് ഈവൻ പ്രിലിമിനറി റിപ്പോർട്ട്. ചില വെസ്റ്റേൺ ന്യൂസ് മീഡിയാസ് അതിനെ പറ്റിയുള്ള ഒരു ടെക്നിക്കൽ പൈലറ്റ് റിലേറ്റഡ് ഇൻഫർമേഷനൊക്കെ ലീക്ക് ചെയ്തിരുന്നു.
അതുകൊണ്ട് തന്നെ ഈ AAIB, അതായത് എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ചിന്റെ ഇന്ത്യയുടെ ആ ഒരു ഏജൻസിയുടെ ഹെഡ് ആയിട്ടുണ്ടായിരുന്ന GVG യുഗന്ധർ എന്ന് പറയുന്ന ആൾ പറഞ്ഞു, ഹി ആസ്ക്ഡ് എവരി വൺ on July 17 to stop guessing or spreading rumors, okay, and wait for the final official report എന്ന് പുള്ളി പറഞ്ഞിരുന്നു. ഓക്കെ, സോ ഒരു പ്ലെയിൻ ക്രാഷ് സംഭവിച്ചു, ചില ഡീറ്റെയിൽസ് ലീക്കായി. Okay, some details got leaked early and officials are asking people not to jump to conclusions until the full report is ready. So, AAIB, which is the Air Accident Investigation Branch, ഇത് നമ്മുടെ ഇന്ത്യയുടെ ഒരു എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. സോ ഇവർ വർക്ക് ചെയ്യുന്നത് ആ ഒരു 2017 ഉണ്ടാക്കിയ സ്പെഷ്യൽ റൂൾസ് അനുസരിച്ചിട്ടാണ്, വിച്ച് ഫോളോസ് ദി ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ്. ഇവർക്ക് വളരെ നല്ലൊരു സ്ട്രോങ് ട്രാക്ക് റെക്കോർഡാണ് ഉള്ളത്. ഇവർ ഏകദേശം 92 ആക്സിഡൻറ്റ്സ് ഇവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏകദേശം 111 സീരിയസ് ഇൻസിഡൻറ്റ്സ് അതിനെ പറ്റിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അവർ നടത്തിയിട്ടുണ്ട് സിൻസ് 2012. സോ ഈ AAIB, they were very upset with the media leaks. ഓക്കെ, അവരതിനെ they called them like irresponsible and unverified എന്നാണ് അവർ പറഞ്ഞത്. AAIB അങ്ങനെയാണ് പറഞ്ഞത്. ഈവൻ ദി US-ന്റെ ഒരു സേഫ്റ്റി ചീഫായ ജെനിഫർ ഹൊമൻഡി എന്ന് പറയുന്ന പുള്ളിക്കാരി പറഞ്ഞത്, ഷീ സെഡ് ദാറ്റ് ദീസ് മീഡിയ സ്റ്റോറീസ് were too early ആൻഡ് അതൊരു ഗസ് വർക്കാണ് അവരുടെ, അതല്ല സത്യം എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, US-ന്റെ ഒരു സേഫ്റ്റി ചീഫ് പറഞ്ഞത് അങ്ങനെയാണ്. ആൻഡ് ഷീ സപ്പോർട്ടഡ് ദി ഇന്ത്യാസ് എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ഇന്ത്യയിലെ ചില പൈലറ്റ് ഗ്രൂപ്പ്സ് ദേ വോണ്ട് ദാറ്റ് അവർ ലീഗൽ ആക്ഷൻ എടുക്കും, കാരണം അവരുടെ ആ ഒരു റെപ്യൂട്ടേഷന് വളരെയധികം ഡാമേജ് വരുത്തിയിട്ടുണ്ട് ഇങ്ങനത്തെ ഫേക്ക് ന്യൂസസ്. സോ അതുകൊണ്ട് ലീഗൽ ആക്ഷനിലോട്ട് വരെ ഞങ്ങൾ പോവും എന്നാണ് ചില ഇന്ത്യൻ പൈലറ്റ് ഗ്രൂപ്പുകൾ പറഞ്ഞത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഒരു ഗ്ലോബൽ പൈലറ്റ് അസോസിയേഷൻ, ദേ ഓൾസോ ആസ്ക് ദി മീഡിയ ടു സ്റ്റേ കാം ആൻഡ് അവോയ്ഡ് സ്പ്രെഡിങ് ഹാഫ് ട്രൂത്ത്. സോ AAIBയും അതേപോലെ പൈലറ്റ് ഗ്രൂപ്പ്സും ദേ ആർ വെരി അപ്സെറ്റ് വിത്ത് ദി ഏർലി മീഡിയ ലീക്സ്. ദേ സേ ദി ഇൻവെസ്റ്റിഗേഷൻ ഈസ് സ്റ്റിൽ ഗോയിങ് ഓൺ ആൻഡ് എവരി വൺ ഷുഡ് വെയിറ്റ് ഫോർ ദ ഫാക്ട്സ് എന്നാണ് അവർ പറഞ്ഞത്. സോ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഫോക്കസ് ചെയ്തത്, ഇവിടെ 2 എഞ്ചിൻ ഉണ്ട്. ഓക്കെ, 2 എഞ്ചിൻ ഉണ്ട്. സോ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ഫോക്കസ് ചെയ്തത് ആ ഒരു ഫ്യൂൽ കട്ട് ഓഫ് സ്വിച്ചസിലാണ് ഇൻ ബോത്ത് എഞ്ചിൻസ്. അതായത് ഈ സ്വിച്ചസ് നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു ഫ്യൂൽ കട്ട് ഓഫ് സ്വിച്ചസ് എഞ്ചിനിലോട്ടുള്ള ആ ഒരു ഫ്യൂവലിനെ ഇത് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ആദ്യം ഒന്ന് സ്റ്റോപ്പ് ആവും, പിന്നെ മറ്റത് സ്റ്റോപ്പ് ആവും. ഓക്കെ, വൺ ആഫ്റ്റർ ദി അതർ, ജസ്റ്റ് 1 second അപ്പാർട്ട്, വിച്ച് കോസ്റ്റ് ദി എൻജിൻ ടു ഷട്ട് ഡൗൺ. ഓക്കെ, അങ്ങനെ അത് ഓഫായപ്പോൾ എൻജിൻ സ്വാഭാവികമായിട്ടും അത് ഷട്ട് ഡൗൺ ആയി. ഓക്കെ, സോ ഈ കോക്പിറ്റിലുള്ള ഒരു വോയിസ് റെക്കോർഡർ അതിലിങ്ങനെ പറയുന്നുണ്ട്, അതായത് അതിൽ ഒരു പൈലറ്റ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ്, മറ്റേ പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇത് ഓഫാക്കിയതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മറ്റാൾ മറുപടി കൊടുക്കുന്നുണ്ട്, ഇല്ല ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് സജസ്റ്റിംഗ് ദാറ്റ് it may have been accidental or a technical issue and also ഒരു എമർജൻസി പവർ ഡിവൈസ് ആയിട്ടുള്ള ഒരു റാം എയർ ടർബൈൻ എന്ന് പറയുന്ന ആ ഒരു സാധനം വരികയും, ഇറ്റ് കെയിം ഓൺ ഷോയിങ് ദി പ്ലെയിൻ ലോസ്റ്റ് പവർ ആൻഡ് വെന്റ് ഇൻ ടു എമർജൻസി മോഡ്. ഓക്കെ, ഈ RAT എന്നുള്ളത് ഇതൊരു എമർജൻസി പവർ ഡിവൈസ് ആണ്. ഓക്കെ, സോ അത് വന്നപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്, സഡൻ ആയിട്ട് ഒരു എമർജൻസി മോഡിലോട്ട് ആ പ്ലെയിൻ മാറി എന്നുള്ളതാണ്. Okay, so engines they were restarted and the pilots made a distress call. സോ ഈ ഒരു റിപ്പോർട്ട് ഒരു തരത്തിലുള്ള സേഫ്റ്റി റെക്കമെൻഡേഷൻസും, ഇനി എന്താണ് ഈ പ്ലെയിൻ മോഡലിലെ ഒരു റെക്കമെൻഡേഷൻസ്, അതായത് ഒരു സേഫ്റ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും ഈ റിപ്പോർട്ട് പറയുന്നില്ല. ഓക്കെ, അതേപോലെ തന്നെ the report made no safety recommendations for the plane model, engine type or companies involved. So ഇത് വളരെയധികം ക്രിറ്റിസിസത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നു for possibly ignoring deeper safety problems. So ഈ ഒരു engine shutdown ഈ ഒരു due to the fuel being cut off quickly, പോസിബിളി ബൈ മിസ്റ്റേക്ക് ഓർ സിസ്റ്റം എറർ, അതായിരിക്കാം ഇവിടുത്തെ മെയിൻ റീസൺ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദോ ദേ റീസ്റ്റാർട്ടഡ്, പീപ്പിൾ ആർ അൺഹാപ്പി that the report didn't suggest any changes to prevent this in the future. സോ അതേപോലെ ഈ ഒരു ക്യാപ്റ്റൻ മാത്യു ബഗ്ലി എന്ന് പറയുന്ന പുള്ളി പറയുന്നത്, ഓക്കെ, ഈ ബോയിങ് 787 എന്നുള്ളത് വളരെ മോഡേൺ ആയിട്ടുള്ള ഹൈടെക് പ്ലെയിൻ ആണ് വിത്ത് മെനി കമ്പ്യൂട്ടർ സിസ്റ്റംസ് കണക്റ്റഡ് ടുഗെദർ. സോ ദി ഫ്യൂവൽ സ്വിച്ചസ് ഉണ്ടല്ലോ,
ഒരു എഞ്ചിൻ്റെ ഒരു ഫ്യൂവലിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ ഒരു ഫ്യൂവൽ സ്വിച്ചസ്. ദീസ് ആർ പാർട്ട്, ഇത് പകുതി മെക്കാനിക്കലും പകുതി ഇലക്ട്രിക്കലുമാണ്. ഓക്കെ, ഇത് ഒരിക്കലും പ്ലെയിനിൻ്റെ ഔട്ട്സൈഡ് നിന്നുകൊണ്ട് ഈ സാധനത്തിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. സോ ആ ഒരു ഹാക്കിങ്ങിൻ്റെ പോസിബിലിറ്റി വളരെയധികം കുറവാണ്. Okay, and the plane has a system called the aircraft health monitoring. So other it instantly reports any problems with the software or engines. Okay, അത് അപ്പോൾ ഈ ഒരു സിസ്റ്റം ഇത് പറയും, അതായത് എന്തെങ്കിലും സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തായാലും അത് റിപ്പോർട്ട് ചെയ്യും. ദ പ്ലെയിൻ ഹാസ് എ സിസ്റ്റം കോൾഡ് ദി എയർക്രാഫ്റ്റ് ഹെൽത്ത് മോണിറ്ററിങ്. അത് ഇൻസ്റ്റൻ്റ്ലി റിപ്പോർട്ട് കൊടുക്കും. അതായത് എഞ്ചിനിലോ സോഫ്റ്റ്വെയറിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് കൊടുക്കും. സോ ഇറ്റ് ഓൾസോ സെൻസ് ഡാറ്റ ടു ദി ഗ്രൗണ്ട് ഓൾമോസ്റ്റ് ഇൻസ്റ്റൻ്റ്ലി. ഓക്കെ, സോ അങ്ങനെ ഒരു എഞ്ചിൻ പ്രശ്നം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബോയിങ് അവരത് അറിയേണ്ടതാണ്. ദേ വുഡ് ഹാവ് നോൺ ദാറ്റ് റൈറ്റ് അവേ. സോ ഈ ഒരു ബോയിങ് 787 എന്നുള്ളത് ഇതിന് വളരെ സ്ട്രോങ് സേഫ്റ്റി ആൻഡ് മോണിറ്ററിങ് സിസ്റ്റം ഉണ്ട്. ആൻഡ് എക്സ്പേർട്സ് സേ ദാറ്റ് ഒരു പുറത്തുനിന്നുള്ളൊരു ഔട്ട്സൈഡ് കൺട്രോൾ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഫെയിലിയർ, ഇറ്റ് സീംസ് ലൈക്ലി, അതർവൈസ് ഇറ്റ് വുഡ് ഹാവ് ബീൻ കോട്ട് ഇമീഡിയറ്റ്ലി എന്നാണ്. സോ ഈ ജൂൺ 13 ഇന്ത്യയുടെ ആ ഒരു ഏവിയേഷൻ റെഗുലേറ്ററായ നമ്മുടെ ഈ ഒരു ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ DGCA എയർലൈൻസിനോട് പറഞ്ഞിരുന്നു എക്സ്ട്രാ സേഫ്റ്റി ചെക്സ് നടത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എയർ ഇന്ത്യയുടെ ആ ഒരു ബോയിങ് 787 പ്ലെയിൻസിലൊക്കെ. ഓക്കെ, എല്ലാ എയർലൈൻസിനോടും they were also asked to inspect the fuel control switch locks, okay, on Boeing 737 and 787 planes. ഓക്കെ, ആ ഒരു ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് ലോക്സ് ആണ് അവിടെ പ്രശ്നമാവുന്നത്. ഓക്കെ, ഈ ഒരു ഇഷ്യൂ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് 2018 ഒരു US വാർണിംഗ് ഉണ്ടായിരുന്നു ഈ ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ട്. അവർ പറഞ്ഞു ദാറ്റ് ദീസ് ലോക്സ് മൈറ്റ് നോട്ട് വർക്ക് പ്രോപ്പർലി എന്നുള്ളൊരു ഇത് പറഞ്ഞിരുന്നു. പ്രൊഫസർ ഗായ് ഗ്രാട്ടൺ എന്ന് പറയുന്ന എക്സ്പേർട്സ് ഒക്കെ പറയുന്നത്, they say these checks will cover system like electrical, hydraulic and engine related parts. അതേപോലെ വില്ലി വാൾഷ് എന്നുള്ള പുള്ളി ഒരു ഗ്ലോബൽ എയർലൈൻ ഗ്രൂപ്പിന്റെ ഹെഡാണ്. സോ പുള്ളി പറഞ്ഞു, ഹി സജസ്റ്റഡ് ദാറ്റ് ആ ഒരു വീഡിയോ ക്യാമറാസ് കോക്പിറ്റിൽ വെക്കണം എന്ന് പുള്ളി പറഞ്ഞിരുന്നു ടു ഹെൽപ്പ് ദി ഫ്യൂച്ചർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ. സോ ദി ഓവറോൾ മെസ്സേജ് എന്താന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ അത് ഹോണസ്റ്റ് ആയിരിക്കണം, തറോ ആയിരിക്കണം, ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ബേസ്ഡ് ഓൺ സോളിഡ് ഫാക്ട്. ഓക്കെ, ഈവൺ ഇഫ് ഇറ്റ് ടേക്സ് മോർ ടൈം. സോ ഈ ഒരു ക്രാഷിന് ശേഷം സേഫ്റ്റി ചെക്സ് ദേ വർ ഓർഡർഡ് ഓൺ സിമിലർ എയർക്രാഫ്റ്റ്. അതേപോലെ എക്സ്പേർട്സ് അവർ പറയുന്നത് ദേ സ്ട്രെസ് കെയർഫുൾ ഇൻസ്പെക്ഷൻ ആൻഡ് ദർ ഇസ് എ കോൾ ടു ആഡ് കോക്പിറ്റ് ക്യാമറാസ് ടു ഹെൽപ്പ് ഫ്യൂച്ചർ പ്രോപ്സ്. സോ എവരി വൺ എഗ്രീസ് ഇൻവെസ്റ്റിഗേഷൻ ഷുഡ് ബി ക്ലിയർ, ഫെയർ ആൻഡ് ഫാക്ട് ബേസ്ഡ് എന്നുള്ളതാണ്. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം, വിച്ച് ഈസ് വാട്ട് ഈസ് ദി ഡയറക്റ്റീവ് ഓൺ ഷുഗർ സോൾട്ട് ലേബലിംഗ്. സോ ഇത് പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ മെയിൻസിൽ GS പേപ്പർ 2 അതായത് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് സോഷ്യൽ സെക്ടർ ഓഫ് സർവീസസ് റിലേറ്റിംഗ് ടു ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഹ്യൂമൻ റിസോഴ്സസ്. ഓക്കെ, സോ നമ്മുടെ ഹെൽത്ത് മിനിസ്ട്രിക്ക് വേണ്ടത്, അവർ പറഞ്ഞത് ദേ വാണ്ട് പീപ്പിൾ ടു ഈറ്റ് ഹെൽത്തിയർ. ഓക്കെ, ആൻഡ് ഈ ഡയബറ്റീസ് അതേപോലെ ഹെൽത്ത് പ്രോബ്ലംസ് പോലെയുള്ള ഡിസീസ് അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. So it has told all government officers to clearly show how much oil and sugar is in popular snacks. ഓക്കെ, അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു എമൗണ്ട് അതിൽ കാണിക്കണം. ഓക്കെ, അതായത് എത്രത്തോളം ഓയിലും ഷുഗറും ഈ സ്നാക്സിലുണ്ട്. അതായത് ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട്, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, അങ്ങനത്തെ സ്നാക്സിൽ അവർ പറയുമല്ലോ ഇത് ഹെൽത്തി ആണ്, ഓക്കെ, ഇത് ടെസ്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ളൊരു ഇതിലാണ് നിങ്ങളിലോട്ട് എത്തിക്കുന്നത് എന്നൊക്കെ പലതരത്തിലുള്ള ആഡുകൾ നമുക്ക് കാണാമല്ലോ. ഓക്കെ, സോ അത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യണം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഹാസ് ടോൾഡ് ഓൾ ഗവൺമെൻറ് ഓഫീസേഴ്സ് ടു ക്ലിയർലി ഷോ ഹൗ മച്ച് ഓയിൽ ആൻഡ് ഷുഗർ ഈസ് ഇൻ പോപ്പുലർ സ്നാക്സ്. അതേപോലെ ആ ഒരു ഇൻഫർമേഷൻ ഇറ്റ് ഷുഡ് ബി ഡിസ്പ്ലേഡ് ഇൻ പ്ലേസസ് വെർ പീപ്പിൾ ഓഫൺ eat or gather, like canteens, meeting rooms, lobbies, okay, and even near the stationary counter. So ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ, സോ അവർക്ക് ബെറ്റർ ചോയ്സ് എടുക്കാൻ പറ്റും, അതായത് സോ ദാറ്റ് പീപ്പിൾ ക്യാൻ മേക്ക് ബെറ്റർ ഫുഡ് ചോയ്സസ്. അതേപോലെ തന്നെ അവർ പറഞ്ഞിരിക്കുന്നത്, അതായത് ഈ സ്കൂളുകളിലും ഓഫീസസിലും പബ്ലിക് പ്ലേസസിലും ഒക്കെ ആ ഒരു ബോർഡ് വെക്കണം. അതായത്
എത്രത്തോളം ഓയിൽ ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഷുഗർ ഉണ്ട് ആ ഒരു പ്രൊഡക്ട്സിൽ എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ആ ഒരു ബോർഡ് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദീസ് ബോർഡ്സ് വിൽ ഷോ ഹൗ മച്ച് ഹിഡൻ ഫാറ്റ് ആൻഡ് ഷുഗർ ആർ ഇൻ കോമൺ സ്നാക്സ് ലൈക്ക് ചിപ്സ്, ബിസ്ക്കറ്റ് ആൻഡ് ഓൾ, ടു ഹെൽപ്പ് പീപ്പിൾ ചൂസ് ഹെൽത്തിയർ ഫുഡ്. സോ ഒരു ചെറിയൊരു ഹെൽത്ത് മെസ്സേജ് കൂടി പ്രിന്റ് ചെയ്യും ഈ ലെറ്റർ ഹെഡ്സിലും എൻവലപ്സിലും നോട്ട് പാഡിലും ഫോൾഡേഴ്സിലും ഒക്കെ. സോ അങ്ങനത്തെ ഒരു ഡെയിലി റിമൈൻഡേഴ്സ് ആൾക്കാരെ എൻകറേജ് ചെയ്യുമല്ലേ. ഇറ്റ് വിൽ എൻകറേജ് പീപ്പിൾ ടു ഈറ്റ് ബെറ്റർ ആൻഡ് സ്റ്റേ ആക്റ്റീവ്, ഹെൽപ്പിംഗ് ടു ഫൈറ്റ് ഒബിസിറ്റി ആൻഡ് അതർ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. സോ നമ്മുടെ ഈ ഒരു ഹെൽത്ത് മിനിസ്ട്രി ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്, അതായത് ആൾക്കാരെ കുറച്ചും കൂടി ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ്. Okay, it wants to make people more aware of how common foods that look harmless can actually contain hidden sugar, oil and salt. So ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ നോൺ കമ്മ്യൂണിക്കേബിൾ ഡിസീസസ് ആയിട്ടുള്ള ഈ ഹാർട്ട് ഡിസീസസ്, നമ്മുടെ ഡയബറ്റീസ്, ക്യാൻസർ, ലങ് ഡിസീസ്. സോ ഇന്ത്യയിൽ 66% മരണങ്ങൾ ഈ നോൺ കമ്മ്യൂണിക്കേബിൾ ഡിസീസസ് കാരണമാണ്. ഓക്കെ, എസ്പെഷ്യലി ഇൻ പീപ്പിൾ ഓവർ 30 years old. സോ ഒരുപാട് ഈ ഷുഗർ ഉള്ളതും ഈ റിഫൈൻഡ് ഓയിൽ ഉള്ളതും ഈ പ്രോസസ്ഡ് ഫുഡൊക്കെ ഇറ്റ് ഇൻക്രീസസ് ദി റിസ്ക് ഓഫ് ഹാർട്ട് പ്രോബ്ലം, സ്ട്രോക്ക് ആൻഡ് ഡയബറ്റീസ്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഈ അഡ്വർടൈസ്മെന്റിൽ അവർ പറയുന്നത് ഇത് ഹെൽത്തി ആണ്, ഓക്കെ ഇത് പ്രൂവൺ ആണെന്നൊക്കെ അവർ പറയുമ്പോൾ ഒരുപാട് സ്നാക്സിലും ഡ്രിങ്ക്സിലും ഒക്കെ അവർ അതിന് അഡ്വർടൈസ് ചെയ്യുന്നത് അത് ഹെൽത്തി ആണെന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, ആൻഡ് ദേ ആർ ആക്ച്വലി ഹൈ ഇൻ ഷുഗർ ഓർ സോൾട്ട്. ഓക്കെ, അത് നമ്മുടെ ബോഡിക്ക് അത് വളരെയധികം വിച്ച് ക്യാൻ ക്വൈറ്റ്ലി ഹാം ദി ബോഡി. ഓക്കെ, അതൊരിക്കലും നല്ലതല്ല. ആൻഡ് അതേപോലെ തന്നെ അറ്റ് ദി സെയിം ടൈം ഒരുപാട് ആൾക്കാർ ഈ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല. അതായത് ദി ഡോണ്ട് ഈറ്റ് ഇനഫ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഹോൾ ഗ്രെയിൻസ്, ഗുഡ് ഫാറ്റ് or fermented foods and all, so which are very important for digestion and overall health അല്ലേ. സോ ആ ഒരു ഗോൾ എന്നുള്ളത് ഈ ഹെൽത്ത് മിനിസ്ട്രി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മെയിനായിട്ടുള്ള ആ ഒരു ഗോൾ ആൾക്കാരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ്, ഓർ ടു എഡ്യൂക്കേറ്റ് പീപ്പിൾ ആൻഡ് ഹെൽപ്പ് ദം മേക്ക് ബെറ്റർ ഫുഡ് ചോയ്സസ് ടു പ്രിവെന്റ് സീരിയസ് ഡിസീസസ്. സോ നമ്മുടെ WHO പറയുന്നത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്, നമ്മുടെ ആ ഒരു ഓവറോൾ ടോട്ടലി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്തി ഡയറ്റ് നമ്മൾ ത്രൂ ഔട്ട് ലൈഫ് ഫോളോ ചെയ്യണം എന്നാണ്. ഓക്കെ, എന്നാലും നമുക്ക് മാൽന്യൂട്രീഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഡയബറ്റീസും ഹാർട്ട് പ്രോബ്ലംസും പോലെയുള്ള ആ ഒരു ഡിസീസസിന് നമുക്ക് അത് വരാനുള്ള ആ ഒരു റിസ്ക് നമുക്ക് വളരെയധികം കുറയ്ക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് വിൽ ഈവൻ മേക്ക് അസ് likely to even make us less likely to get infections. Okay, ഇന്ത്യയിൽ അഡൽട്സ് ആർ അഡ്വൈസ്ഡ് ടു ഈറ്റ് ലെസ് ദാൻ 65 grams ഓഫ് ഫാറ്റ്. അതേപോലെ തന്നെ ഈ 25 ഗ്രാമിന് താഴെയുള്ള, അതായത് ലെസ് ദാൻ 25 grams ഓഫ് ആഡഡ് ഷുഗർ ഒക്കെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഒരു ദിവസം 5 ഗ്രാമിൽ കൂടുതൽ ഉപ്പ് കഴിക്കരുത്. ഓക്കെ, സോ അത് പിന്നെ കുട്ടികളുടെ, അതായത് ഡിഫറെൻ്റ് ഏജ് ലിമിറ്റിലുള്ള കുട്ടികൾക്ക് അത് മാറിക്കൊണ്ടിരിക്കും, ആ ഒരു ലിമിറ്റ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ ഇന്ത്യയുടെ കാര്യം, അതായത് അഡൽസിൻ്റെ അടുത്തുള്ള ആ ഒരു എന്താണ് അവരോട് അഡ്വൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദേ ഷുഡ് ഈറ്റ് ലെസ് ദാൻ 65 grams ഓഫ് ഫാറ്റ്, ലെസ് ദാൻ 25 grams ഓഫ് ആഡഡ് ഷുഗർ ആൻഡ് ലെസ് ദാൻ 5 grams ഓഫ് സോൾട്ട് പെർ ഡേ. ഓക്കെ, സോ ഹെൽത്തി ഈറ്റിങ്ങിന് എക്സ്പേർട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് കുറച്ചും കൂടി ഈ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകളുണ്ടല്ലോ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഗ്രെയിൻസ്, ഹോൾ ഗ്രെയിൻസ്. സോ അങ്ങനത്തെ സാധനങ്ങൾ കൂടുതൽ കഴിക്കുക. അതേപോലെ ഈ സീസണൽ ലോക്കൽ ഫുഡ്സ് അത് ചൂസ് ചെയ്യുക. ആൻഡ് ഈ ലീൻ പ്രോട്ടീൻ അത് ഇൻക്ലൂഡ് ചെയ്യുക. അതായത് ഈ പരിപ്പ് പോലെയുള്ള പദാർത്ഥങ്ങളൊക്കെ, ദാല്, എഗ്ഗ്, ഫിഷ്. ഓക്കെ, അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക ഫുഡിൽ. ഓക്കെ, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ നോക്കുക, കഴിയുന്നതും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കുക, വീട്ടിലുള്ള ഭക്ഷണം കഴിക്കുക. ഓക്കെ, പുറത്തുനിന്നുള്ള ഫുഡ് മാക്സിമം ഒഴിവാക്കുക. ആൻഡ് ഈറ്റ് സ്ലോലി ആൻഡ് എൻജോയ് യുവർ മീൽ. അവോയ്ഡ് ടു മച്ച് പാക്കേജ്ഡ് ഓർ പ്രോസസ്ഡ് ഫുഡ്. സോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മേക്ക് സ്മോൾ ആൻഡ് സ്റ്റഡി ചേഞ്ചസ്. ഓക്കെ, ഈ എക്സ്ട്രീം ആയിട്ടുള്ള ഡയറ്റിലോട്ടൊന്നും പോകരുത്. ഓക്കെ, വളരെ സ്മോൾ ആയിട്ടുള്ള സ്റ്റഡി ചേഞ്ചസ് ഉണ്ടാക്കുക. ആൻഡ് ദാറ്റ് വർക്ക്സ് ബെറ്റർ ഫോർ ലോങ് ടേം ഹെൽത്ത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നാളെ അപ്പോൾ വേറെ കുറച്ച് ന്യൂസായിട്ട് വരാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.